ഹലോ ഗേയ്സ്, ഒത്തിരി നാൾ കൂടി ഞാനൊരു വീഡിയോ ഇടുവാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തോന്നിയൊരു വീഡിയോ ആണ് ഇത്. ഞാനാണെങ്കിൽ ഇങ്ങനെ യൂട്യൂബും കണ്ടുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. വീഡിയോ ഇടാനൊന്നും കിട്ടുന്നില്ല, ടോപ്പിക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കുറേ നാളായി ഞാനിങ്ങനെ ചുമ്മാ കഴുത്ത് ക്ലൗഡിൻ്റെ നീനുഷാജിയുടെ ഒക്കെ യൂട്യൂബ് ചാനൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും കണ്ടത്. അപ്പോൾ കണ്ടത് സ്ഥിതിക്ക് ചെയ്യണമല്ലോ, ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. അപ്പോഴത്തേനും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമ്മൾ 13.5 വീതിയും നീളം 10 എടുത്തു. കാരണം ചെറിയ മറ്റേ സൈഡിൽ ഇച്ചിരി വൈറ്റ് കളറിൽ പെയിൻറ്റ് പോലെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്രെയിമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്രെയിം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് കളറാണ് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത്, വൈറ്റ് കളറ്. അപ്പം ഈ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് നമ്മൾ മേഘത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പരം വരയ്ക്കാം. ഇപ്പം എനിക്ക് അറിയാവുന്നതല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഒത്തിരി അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടോ വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സിമ്പിൾ ഡിസൈനിലേക്ക് പോയത്. അപ്പം നമ്മളിത് വരച്ച് കഴിയുമ്പോഴത്തേനും അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയണം. അപ്പം നമുക്ക് USS എക്സാമാണ് മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച. അപ്പം USS എക്സാം ഞാൻ എഴുതാൻ പോകുന്നുണ്ട്. നമ്മുടെ SMV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരീക്ഷ. നമുക്ക് 2 പാർട്ടായിട്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, 10ാം ക്ലാസ്സിലൊക്കെ ഉള്ളതുപോലെ ബബ്ലിങ്ങും ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റോ വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ, പിഴവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇറക്കി വിടുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ മാർക്ക് ഫുള്ള് പോകും. അതുപോലെ കുറേ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ടീച്ചേഴ്സ്. അപ്പം അങ്ങനെ പിഴവുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ 2 ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ബ്ലൂ എടുക്കാൻ വിചാരിച്ച് ലൈറ്റ് ബ്ലൂ തന്നെയാണ് എടുത്തത്. പക്ഷേ വരച്ച് വന്നപ്പോഴത്തേനും അത് ഡാർക്ക് ബ്ലൂ പോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അപ്പം പേസ്റ്റ് കളർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നെന്ന്. അപ്പം പേസ്റ്റ് കളർ നമ്മുടെ ഇല്ല, മേടിക്കണം ഇൻഷാ അല്ലാ. അപ്പം ഇപ്പം നമ്മളാണെങ്കിൽ ഇനി ബോർഡറിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ബോർഡറും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡിയാവും. അപ്പം നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്രെയിം അടിപൊളിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ബോറായിട്ടുണ്ടാവും, എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട്. പക്ഷെ വരച്ച് വന്നതിനേക്കാളും എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും നല്ല രസമായിട്ട് തോന്നി. ഇത് നല്ലപോലെ വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ലപോലെ ചെയ്യും നിങ്ങൾ, അതെനിക്കറിയാം. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. അപ്പം എനിക്കിത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു വർക്കിൻ്റെ മേളിൽ തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് വളഞ്ഞു ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എങ്കിലും നമ്മൾ തൽക്കാലം ഇവിടെ വെച്ചെന്നേ ഉള്ളൂ, നമ്മൾ മാറ്റി ഇവിടെയും വെക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.